നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു തിരഞ്ഞെടുപ്പ് കാലമാണിത്. 8 പതിറ്റാണ്ട് മുൻപ് ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലെ ചില വരികൾ ഇങ്ങനെയാണ്: ഒരാൾക്ക് ഒരു വോട്ടും ഒരു വോട്ടിന് ഒരു മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയ്ക്ക് നാം ജന്മം നൽകുകയാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യമുള്ള അവസ്ഥയിൽ നിന്ന് നാം കാതങ്ങളോളം അകലെയാണ്. അംബേദ്കറുടെ ആ പ്രസംഗം കഴിഞ്ഞു. ഭരണഘടന നിലവിൽ വന്നു. ഭരണകൂടങ്ങൾ മാറി മാറി വന്നു. പക്ഷേ മനുഷ്യർ തുല്യമൂല്യമുള്ളവരായി മാറിയില്ല. മാറിയിരുന്നെങ്കിൽ അഞ്ചരക്കണ്ടിയിലെ ആ കോളേജ് കെട്ടിടത്തിൽ നിന്ന് നിതിൻ രാജിന് താഴേക്ക് ചാടേണ്ടി വരില്ലായിരുന്നു. മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വവും താഴേക്ക് വരുംതോറും മ്ലേച്ഛതയും അടിച്ചേൽപ്പിക്കുന്ന ശ്രേണീകൃത ജാതി വ്യവസ്ഥ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും ക്രൂരമായ സാമൂഹിക ബഹിഷ്കരണമാണ്. കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. പൊതുജനം കഴുതയല്ല സാർ തുടങ്ങുന്നു. ഞാൻ അമൽ, സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല. ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്തോറും കൂടുതൽ മനുഷ്യർ ജാതിവെറിയുടെ ഇരകളായി മാറുകയാണ്. രോഹിത് വെമുല, പായൽ തഡ്വി, നിതിൻ രാജ്, പേരുകൾ ഇങ്ങനെ നീളുമ്പോഴും നിസ്സംഗമായി നീളുകയാണ്, തുടരുകയാണ് നമ്മുടെ ഭരണകൂടം. രാജ്യത്തെ സർവകലാശാലകളിൽ ജാതി വിവേചനം വർദ്ധിക്കുന്നതായി സുപ്രീം കോടതിയിലും പാർലമെന്ററി രക്ഷാസമിതിയിലും UGC നൽകിയ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരാതികളിലുണ്ടായത് 118% വർധന. ലഭിച്ചത് 1160 പരാതികൾ. 2019-2020 അധ്യയന വർഷത്തിൽ പരാതികളുടെ എണ്ണം 173 എങ്കിൽ 2023-2024 അത് 378 ഉയർന്നു. ഈ പരാതികളിലൊന്ന് ഇപ്പോൾ നിതിൻ രാജിന്റെ മരണത്തിൽ സസ്പെൻഷനിലായ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഓറൽ പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ K. റാമിനെതിരെയായിരുന്നു. അന്ന് അയാൾക്ക് 2 മാസത്തെ സസ്പെൻഷൻ നേരിടേണ്ടിയും വന്നു. പക്ഷെ ഡോക്ടർ റാം തിരുത്താൻ തയ്യാറായില്ല. ഒരു നിയമത്തെയും ഒരു വ്യവസ്ഥയെയും ഭയക്കാതെ ഓരോ വിദ്യാർത്ഥിയുടെയും ജാതി, നിറം, അവരുടെ രക്ഷിതാക്കളുടെ തൊഴിൽ, വരുമാനം എന്നിവയ്ക്കനുസരിച്ചാണ് ഈ അധ്യാപകന്റെ അവരോടുള്ള പെരുമാറ്റമെന്ന് അതേ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു. നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അത് പുറത്ത് പറയാൻ മടിക്കുകയാണ്. കുട്ടികൾ അവരൊക്കെ പല പൊസിഷനിലും എത്തിയിട്ടുള്ള കുട്ടികളാണ്. പിന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മളിലുണ്ടാക്കുന്ന, അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇക്കഴിഞ്ഞ നവംബറിലാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ജാത്യാധിക്ഷേപം നടത്തിയ ഡീൻ ഡോക്ടർ CN വിജയകുമാരി, ഗവേഷകൻ വിപിൻ വിജയന്റെ PhD പ്രബന്ധം തടയാൻ ഇടപെട്ടത്. ഡീനിന്റെ ഇടപെടൽ ചട്ടം മറികടന്നാണെന്നും ഓപ്പൺ ഡിഫൻസിൽ ഡോക്ടർ വിജയകുമാരി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ ശങ്കർ മോഹന്റെ നേതൃത്വത്തിൽ നടന്ന ജാതി അധിക്ഷേപവും മോഹിനിയാട്ട നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ വംശീയ അധിക്ഷേപവും ഇതേ പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണുണ്ടായത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഈ വിധം സവർണ ജാതി വാഴ്ചയ്ക്ക് ആരാണിക്കുട്ടർക്ക് ധൈര്യം പകരുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ ഈ വിവേചനങ്ങളെ മറികടക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം, പ്രവർത്തനക്ഷമമായ എഫക്റ്റീവായൊരു സംവിധാനം നിർമ്മിക്കുവാൻ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ നടത്തിപ്പുകാരായവർക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ നിലക്ക് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനത്തെ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകൾക്ക് വിരാമമിടാൻ ജനുവരി 13 UGCയുടെ നടപടിയെത്തി. പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ UGC പുതിയ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. ജാതി വിവേചനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെയും മുംബൈയിലെ TN ടോപ്പിവാല നാഷണൽ മെഡിക്കൽ കോളേജിലെ പട്ടികവർഗ വിദ്യാർത്ഥിനി
പായൽ തഡ്വിയുടെയും അമ്മമാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയാണ് പുതിയ ചട്ടത്തിന് UGCയെ നിർബന്ധിതരാക്കിയത്. SC/ST OBC വിഭാഗങ്ങളെ ചേർത്തുപിടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇക്വിറ്റി സമിതികൾ, ഹെൽപ്പ് ലൈൻ, തുല്യാവസര കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഉൾപ്പെടെ എല്ലാത്തരം വിവേചനങ്ങളും തടയുക, എല്ലാവർക്കും എല്ലാ അവസരങ്ങളിലും അവകാശങ്ങളിലും തുല്യത ഉറപ്പാക്കുക, വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്നിവ പുതിയ ചട്ടങ്ങളുടെ ലക്ഷ്യമായിരുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെന്ററിലേക്ക് ഇമെയിൽ വഴിയും ഇക്വിറ്റി ഹെൽപ്പ് ലൈനിലേക്ക് നേരിട്ട് വിളിച്ചും പരാതി അറിയിക്കാൻ ചട്ടത്തിൽ നിർദ്ദേശമുണ്ട്. പരാതി ലഭിച്ചാൽ 24 മണിക്കൂറിനകം അന്വേഷണ സമിതി യോഗം ചേരണമെന്നും 15 ദിവസത്തിനുള്ളിൽ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നും ചട്ടത്തിൽ പറയുന്നു. പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ UGC പദ്ധതികളിൽ നിന്ന് സ്ഥാപനത്തെ വിലക്കാനും ബിരുദ പ്രോഗ്രാമുകൾ നിർത്താനും ഔദ്യോഗിക UGC പട്ടികയിൽ നിന്ന് സ്ഥാപനത്തെ നീക്കം ചെയ്യാനും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥകൾ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്കെതിരെ ദുരുപയോഗിക്കപ്പെടുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വേർതിരിവ് വർദ്ധിച്ചേക്കുമെന്നും പ്രചാരണമുണ്ടായി. ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന പുതിയ UGC ചട്ടങ്ങൾക്കെതിരായ പൊതു താൽപര്യ ഹർജികൾക്ക് പിന്നാലെ ചട്ടങ്ങൾ സുപ്രീം കോടതി തന്നെ സ്റ്റേ ചെയ്തു. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും IITകളും എന്ന് തുടങ്ങിയ എല്ലാവിധ വിദ്യാഭ്യാസ ഉന്നത മേഖലയിലെ സ്ഥാപനങ്ങൾ പരിശോധിച്ചാൽ ആരാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. അപ്പോൾ ആ ജോലിക്കാരാര് അല്ലെങ്കിൽ അധ്യാപകരാര് എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റിനെ ആണെങ്കിലും അല്ലാതെ മറ്റ് ടീച്ചിങ് നോൺ ടീച്ചിങ് പൊസിഷനുകൾ പരിശോധിച്ചാലും നമ്മൾ അവിടെയെല്ലാം കാണുന്നത് ഒരു സവർണ ഒളിഗാർക്കി വിഭാഗങ്ങളുടെ ആധിപത്യം മാത്രമാണ്. സമത്വം ഒരു നിയമമാണിന്ന്. എന്നാൽ അതിലേറെ സമത്വം എന്നാൽ ഇന്നും തുടരുന്നൊരു പോരാട്ടം കൂടിയാണ്. ചിലർ ആ പോരാട്ടത്തിൽ കാലിടറി വീഴും, നിതിൻ രാജിനെ പോലെ. പക്ഷേ പിന്നാലെ എത്തുന്നവർ ആ പോരാട്ടം ഏറ്റെടുക്കും. ജാതിക്കോട്ടകൾ, സവർണാധികാര കുത്തകകൾ എല്ലാം തകർന്നു വീഴുന്നൊരു കാലം വരെ, മനുഷ്യർ ജയിക്കുന്നൊരു കാലം വരെ ആ പോരാട്ടം തുടരും. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടരുന്ന ഇത്തരം ജാതി വിവേചനങ്ങൾക്കെതിരെ പ്രേക്ഷകരും ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് സർവകലാശാലയോ അത് സർവകലാപശാലയോ എന്ന് ചോദിക്കുകയാണ് അബ്രഹാം തോമസ്. ഭരണകൂടം നന്നായാലേ സർവകലാശാലകളിൽ അതിക്രമങ്ങൾ ഇല്ലാതാവൂ എന്ന് രവികുമാർ പറയുന്നു. അങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും ഈ പഴകിത്തുരുമ്പിച്ച ജാതി ആഢ്യത്വത്തോടും അതിൽ നിന്നുണ്ടാകുന്ന ചൂഷണങ്ങളോടും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ചിലത് പറയാനുണ്ട്. കാണാം, പൊതുജനം പ്രതികരിക്കും. ശരിയല്ലല്ലോ, ഒരു പഠിക്കാൻ വന്ന കുട്ടീനെ ഇങ്ങനെ ജാതിയുടെ പേരിലൊക്കെ അധിക്ഷേപിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ? കാസ്റ്റ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തുകൂടല്ലാം, കാരണം നമ്മൾ ഇത്ര ഇൻഡിപെൻഡൻസ് വേണ്ടി ഇത്രയും വർഷം കഴിഞ്ഞില്ലേ. കളർ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഫാറ്റാണ്. മുമ്പ് സ്കൂളിനല്ല ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുന്നൊക്കെ എനിക്ക് അങ്ങനത്തെ ഇതുണ്ടായിട്ടുണ്ട്. അത് റേസ് ഇത് അങ്ങനെ പറയല് ബോഡി ഷേമിങ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊന്നൊരു ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ പിള്ളേര് ഭയങ്കര അത് ഓർക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് തളരുന്നുണ്ട്. അങ്ങനെ നമുക്കും അന്നേരം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ ഇതായിട്ട് നേരെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. പരിപൂർണമായിട്ട് ഇന്ത്യയിലൊന്നും ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും വിട്ടു പോയിട്ടില്ല. അതിപ്പോഴും നമുക്ക് ഒറ്റയടിക്കൊന്നും അത് തുടച്ചു നിൽക്കാനും പറ്റത്തില്ല. കാരണം അത് ഇനി കാലങ്ങളായിട്ട് ഇനിയും ഒരുപാട് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ചിന്താഗതികളിലും മാറ്റം വരുത്തണം. ഇനി നമ്മൾ കാസർഗോഡ് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡിൽ നിന്നുള്ള റിപ്പോർട്ട് എന്ന് പറയുമ്പോഴും കേരളത്തെ പൊതുവിൽ ബാധിക്കുന്ന ഒരു വിഷയവുമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ലേണേഴ്സ് പരീക്ഷയും കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് നടത്തുന്നതിന് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. മതിയായ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ നിശ്ചിത ശതമാനം പരീക്ഷാർത്ഥികൾക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിയില്ല. ഇങ്ങനെ മടങ്ങുന്നവർക്ക് എപ്പോൾ ടോക്കൺ ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ല. അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ കാലതാമസം മൂലം ആളുകൾ അയൽ സംസ്ഥാനത്തിലെത്തി വേഗത്തിൽ ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ് നാരായണന്റെ റിപ്പോർട്ട് കാണാം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം പരമാവധി 40 പേരെ പരീക്ഷയ്ക്കിരുത്താൻ കഴിയും. കാസർഗോഡ് ഇങ്ങനെ ഒരു ദിവസം 120 പേർക്ക് ടോക്കൺ ലഭിക്കും. എന്നാൽ ഒരു MVI അവധിയിലായാൽ ആ ദിവസം ഗ്രൗണ്ടിലെത്തുന്ന മുഴുവൻ പേർക്കും പരീക്ഷയ്ക്കിരിക്കാൻ കഴിയില്ല. അടുത്ത ഡേറ്റിൽ വരാൻ പറയുമ്പോൾ ആ ഡേറ്റ് എപ്പോഴാണ് എന്നതിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. രാവിലെ എത്തി വരി നിൽക്കണം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് രേഖകൾ കാണിച്ച് സാക്ഷ്യപ്പെടുത്തണം. ശേഷം വാഹനത്തിൽ 8ഉം H എടുക്കണം. സാധാരണ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണെങ്കിലും
ഓൺലൈനിൽ ടോക്കൺ ലഭിച്ച് കൃത്യസമയത്തെത്തിയാലും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവധിയിലാണെങ്കിൽ ഒരു ബാച്ചിന് തന്നെ അന്നത്തെ ദിവസം അവസരം നഷ്ടമാകുന്ന സാഹചര്യം. ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് ടെസ്റ്റിന് എത്തുന്നത്. പലപ്പോഴും ടെസ്റ്റ് തീയതി മാറ്റുന്നത് ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. കർണാടക അതിർത്തി വരുന്നത്, അപ്പോൾ അവിടുന്ന് അവർ ചെല്ലണ്ട, മുൻകൂട്ടി ചെല്ലാൻ പറ്റുമോ അവരോട്? അതായത് നിങ്ങൾക്ക് ഇന്ന് ഇതില്ല, ടെസ്റ്റ് സ്ലോട്ട് ഇല്ല, ഇന്നത്തേക്ക് ചേഞ്ച് ആക്കാം, മുൻകൂട്ടി ചെല്ലാൻ മതി. അതും ചെല്ലിയിട്ട് ഇവിടെ വന്നിട്ട് വെയിലും കൊണ്ട് ഇതുവരെ നിന്നിട്ട് അവർ മാറ്റുമോ? ഞങ്ങളിപ്പോൾ ഇവിടെ പണിയെല്ലാം ക്യാൻസലാക്കിയിട്ട് ഇന്നത്തേക്ക് ലീവ് എടുത്തിട്ട് വരുന്നത്, മഞ്ചേശ്വരത്ത് നിന്നല്ല വരുന്നത്. ഇവിടെ ഒരു ഓഫീസർ ഇല്ല പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കിയാൽ പറ്റും. ഇപ്പോൾ നമ്മൾ ഡേറ്റ് കിട്ടിയിട്ട് വരുന്നത്, ഇപ്പോൾ ഒരു ക്യാൻസലാക്കിയാൽ നമ്മൾ എന്താക്കുന്നത് ഇനി അപ്പോൾ എന്തായിട്ടെന്ന് അറിയില്ല. നമ്മുടെ എക്സാം എല്ലാം വിട്ടിട്ട് വന്ന ഇന്റർണൽ എക്സാം ഉണ്ട് കോളേജിൽ, അതെല്ലാം വിട്ടിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓർ പറയുന്ന ഞാൻ അടുത്ത ആഴ്ചക്ക് നോക്കാമെന്ന് അങ്ങനെയല്ല പറയുന്നത്. കാസർഗോഡ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഇങ്ങനെ പലപ്പോഴായി ഉദ്യോഗസ്ഥർ അവധിയിലാണെന്ന കാരണത്താൽ വിവിധ ബാച്ചുകളുടെ അവസരം നഷ്ടമായി അടുത്ത ടോക്കൺ ലഭിക്കാൻ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പറയുന്നു. ഇത് ആവർത്തിക്കുന്ന ഈ കുട്ടികൾ വന്നിട്ട് മടങ്ങുന്നു, അതെല്ലാം ഭയങ്കര പ്രയാസമായ ഒരു സംഗതിയാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ട് വെച്ചെങ്കിൽ കാസർഗോഡ് നിന്ന് മാംഗ്ലൂരിലേക്ക് ഇടുന്ന 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കാസർഗോഡ് എടുക്കേണ്ട ലൈസൻസ് എടുക്കേണ്ട ആൾക്കാരെല്ലാം മംഗലാപുരം പോയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നോഡൽ ഓഫീസാണ്, ഇത് കാസർഗോഡ് മെയിൻ ഓഫീസ്. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ വേണ്ടിടത്തെല്ലാം ഉദ്യോഗസ്ഥരെ ഇവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് ഇവർ പരിഗണിച്ചിട്ടൊന്നുമില്ല. ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചാൽ ലേണേഴ്സ് പരീക്ഷയ്ക്ക് 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു. പിന്നെ ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ലഭിക്കുന്നത് 1-2 മാസങ്ങൾക്ക് അപ്പുറത്തുള്ള തീയതിയാണ്. ഇങ്ങനെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെത്തിയ ശേഷം സാങ്കേതിക കാരണങ്ങളാൽ മടങ്ങേണ്ടി വരുന്നവർക്ക് പിന്നെയും ടോക്കൺ ലഭിക്കാൻ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. അതിനിടയിൽ ലേണേഴ്സ് പരീക്ഷ കഴിഞ്ഞ് 6 മാസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ലേണേഴ്സ് എടുക്കേണ്ട അവസ്ഥ. ചുരുക്കത്തിൽ സാമ്പത്തിക നഷ്ടവും ഒപ്പം സമയനഷ്ടവും അനുഭവിക്കേണ്ടി വരുന്നു. കർണാടകയോട് അടുത്ത് കിടക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഇവിടെ ഇങ്ങനെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നീളുമ്പോൾ പലരും ആശ്രയിക്കുന്നത് കർണാടകയെയാണ്. നൂലാമാലകളൊന്നുമില്ലാതെ ലൈസൻസ് എടുത്ത് മടങ്ങാം. അപ്പോഴും നഷ്ടം നമ്മുടെ ഖജനാവിന് മാത്രമാണ്. ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് നിന്ന് നമ്മളിനി പോകുന്നത് മൂവാറ്റുപുഴയിലേക്കാണ്. അവിടെ സാംസ്കാരിക ചരിത്രമുറങ്ങുന്ന നഗരസഭാ ടൗൺ ഹാൾ അധികൃതരുടെ അവഗണനയിൽ നശിക്കുകയാണ്. 1.5 കോടി രൂപയുടെ നവീകരണ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതോടെ കെട്ടിടം ഇപ്പോൾ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കേന്ദ്രമായി മാറി. പുതിയ പാലം വരുമെന്ന കാരണത്താൽ നവീകരണം നിർത്തിവെച്ച നഗരസഭാ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് അനീഷ് ദേവസ്യ പറയും അതേക്കുറിച്ച്. തല കുനിക്കൂ നഗരമേ. ഒരു കാലത്ത് മൂവാറ്റുപുഴയുടെ പ്രൗഢിയായിരുന്ന നഗരസഭാ ടൗൺ ഹാൾ ഇന്ന് കാടുമൂടിയ അവസ്ഥയിലാണ്. നിലവിൽ അതീവ അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ്. ടൗൺ ഹാളിന്റെ പിൻഭാഗം പൂർണ്ണമായും ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും പഴയ വാഹനഭാഗങ്ങളുടെയും സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒന്നര കോടി രൂപയുടെ നവീകരണ പദ്ധതിയാണ് നഗരസഭ ഇതിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2024-2025 വർഷത്തിൽ 50 ലക്ഷവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയും ഇതിനായി വകയിരുത്തി. എന്നാൽ നഗരത്തിൽ പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനമുണ്ടായതോടെ ടൗൺ ഹാൾ പൊളിച്ചു നീക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കോടികൾ വകയിരുത്തിയത് എന്തിനെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ടൗൺ ഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇത് അവസാനിപ്പിക്കണം. കൃത്യമായിട്ട് കൗൺസിലേഴ്സിന് അവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാനുള്ള അവകാശം അവർക്ക് തന്നെ കൊടുക്കണം. ജനങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെൻറ്റ്, അസംബ്ലി എന്നതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദികൾ അത് വേണ്ട രീതിയിൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഭരണ നേതൃത്വം എടുക്കണം.
ഓരോ വർഷവും അറ്റകുറ്റപ്പണിക്ക് ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിലും ടൗൺ ഹാളിന്റെ ശാപമോക്ഷത്തിന് അത് മതിയാകുന്നില്ല. നിലവിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതിയ സമുച്ചയം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ടൗൺ ഹാൾ നിർമ്മിച്ച് നഗരത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ ചരിത്ര സ്മാരകം പൂർണ്ണമായി ഇല്ലാതാവുന്ന കാര്യത്തിൽ സംശയമില്ല. അനീഷ് ദേവസ്യ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളെ പേടിച്ചിട്ടാ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതിനൊന്നും കള്ളത്തരം ഒന്നുമില്ല. ഞങ്ങൾ നേരത്തെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനിയറാണ്, അപ്പോൾ ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലവും അവരുടെ ബാച്ചൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ പേര് കീർത്തി, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ. വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യമാണ്. ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു, ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡും കാണിട്ട് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരോട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി, ഇപ്പോൾ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. എല്ലാവരും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയില്ല, ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിപ്പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം, എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നിതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനെന്ന് എപ്പോഴും പറയുന്നത് അവൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നേ, വീട്ടിലേക്ക് നമ്മൾ വന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അല്ല വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ കാഷ്വാലിറ്റി ഇന്നിപ്പോൾ പേഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു, അവൻ ആ മുകളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടോക്കൊന്നും അതിനെപ്പറ്റി വന്നിട്ടില്ല. ഇല്ല, അന്ന് ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവൻ B ബാച്ചാണ്, ഞാൻ A ബാച്ചിൻ്റെ എന്തെങ്കിലും ലാബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ B ബാച്ചിന് അന്നത്തെ ദിവസം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതോ 2 കുട്ടികളെന്തോ നിതിനെ കണ്ടു എന്ന് പറയുന്നത്, പക്ഷേ ബാക്കി ആരും കണ്ടിട്ടില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോഴേ തന്നെ എല്ലാവരും പോയി. കാര്യങ്ങൾ അധ്യാപകർ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അധ്യാപകർ എന്തെങ്കിലും ചെയ്യാം? നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ഇതിലായിട്ടാണോ നിൽക്കുന്നത് ടീച്ചേഴ്സ് അവിടുത്തെ? ഇപ്പം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അതിന്റെ കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഡെന്റൽ അനാറ്റമിയുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3rd ഇയറിൽ അത് ഓറൽ പാത്തോളജി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാറ് വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, ഓക്കെ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. ഇന്ന് സ്റ്റുഡൻസ് പറഞ്ഞ എല്ലാം സത്യമാണ്. എനിക്കിപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ആൻസർ ഡെന്റൽ അനാട്ടമി മാത്രമേ ഉള്ളൂ, പിന്നെ പ്രോസ്റ്റോ കൺസർവേറ്റീവ് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെന്റൽ അനാട്ടമിയിൽ ഈ സാറ് HOD സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗവാത് സാറല്ല അത്. സംഗീത മാം ക്ലാസ്സിൽ എന്താ എല്ലാവരും പഠിപ്പിച്ചിട്ട് പോകുന്നു, സ്റ്റാഫ് റൂമിലെ കാര്യം അറിയത്തില്ല. ഇപ്പം നിതിൻ പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമിലെ കാര്യം നമ്മളോടൊക്കെ സംഗീത മാം പഠിപ്പിക്കുന്നു പോകുന്നു, വേറെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. എന്തോ
അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ അവനെ പുറത്താക്കിയപ്പോൾ അവൻ ചോദിച്ചിട്ട് എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു എടാ നീ കൂളാവും, നമുക്ക് നോക്കാം. അവൻ എന്തോ കുറച്ച് സമയം വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഇപ്പം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാറുണ്ട്, എടാ നീ വാ, ഞാനുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കുക, ഞാനുണ്ടാ, നീ ഒറ്റപ്പെടുമോ അങ്ങനെ ഒന്നും വിചാരിക്കണം, നിന്നോട് എല്ലാവരും മിണ്ടും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ സംസാരിക്കും, എന്നിട്ട് വരികയും ചെയ്തു. ഇടവേളയ്ക്ക് മുൻപ് നിതിൻ രാജിന്റെ സഹപാഠികളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിൽ ആ കോളേജിലെ അധ്യാപകർക്കെതിരെ, പ്രത്യേകിച്ച് നിതിന്റെ മരണത്തിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ആ അധ്യാപകനെതിരെ വലിയ ആരോപണം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മുൻപും നിതിൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പലപ്പോഴും പല ആവർത്തി ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് നീചമായ രീതിയിലുള്ള ഇടപെടലുകൾ, സംസാരങ്ങളൊക്കെ കുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരാതി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തുകയായിരുന്നു ഈ അധ്യാപകനും അവിടെയുള്ള മറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ എന്നുള്ളതാണ് ആ കുട്ടികൾ പറയുന്നത്. നമുക്ക് പൊതുജനം കഴുതിയല്ല സാർ ഇനി കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചി പള്ളുരുത്തിയിൽ കുട്ടികൾക്കും യുവാക്കൾക്കുമായി നിർമ്മിച്ച കോർപ്പറേഷന്റെ ടർഫ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. പൂട്ടിക്കിടന്ന് നശിക്കുന്നതിനാൽ കീറിയ നെറ്റുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി കുട്ടികൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചി കോർപ്പറേഷന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ മുടക്കി നിർമ്മിച്ച ടർഫാണ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഉദ്ഘാടനം. ഉദ്ഘാടനം കഴിഞ്ഞ കുറച്ചു ദിവസം കുട്ടികൾക്കായി ഇത് തുറന്നുകൊടുത്തു. പിന്നീട് ഇത് പൂട്ടി. നമ്മ ഒരു ദിവസം കയറി കളിച്ചപ്പോ റാഷിദ് ഹുസൈൻ വന്ന് ചീത്ത പേടിപ്പിച്ച് പട്ടി ചവറൊക്കെ കൊണ്ടുവന്ന് വിടും. എന്നിട്ട് നമ്മളായിട്ടാന്നാ പറയണത്. അവര് പറയണ ബാത്റൂം നന്നാക്കിയിട്ടില്ല എന്നാ പറയണത്. ഇപ്പൊ കൈ പറഞ്ഞിട്ട് എപ്പോഴും കഴിയണില്ല. ഇവിടെ എത്ര നാളെ കാത്തുകളെ ടർഫി കളിക്കണമെന്ന് പറഞ്ഞിട്ട് 2 മാസമായി സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും ഒക്കെ കേന്ദ്രമാണ് കോർപ്പറേഷന്റെ ടർഫ്. ബാത്റൂമുകളും ടോയ്ലറ്റുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. പലയിടത്തും മാലിന്യ കൂമ്പാരങ്ങൾ, സ്വിച്ച് ബോർഡുകളും മറ്റും പൊളിഞ്ഞു തുടങ്ങി. മറ്റു പോംവഴികളില്ലാതെ കാത്തിരുന്നു മടുത്ത കുട്ടികൾ ഈ നെറ്റിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് കയറി കളി തുടങ്ങി. ടെൻഡറിൻ്റെ പ്രശ്നം പറയണം. ഇനി അഥവാ ടെൻഡർ വന്നത് കൊടുത്താൽ വൃത്തിയായിട്ട് കൊടുക്കണ്ടേ? കാര്യം പകൽ മുഴുവൻ ഇതിനകത്ത് പട്ടിയായിരിക്കും. അവർ ഉത്തരവാദിത്തപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. പിള്ളേർ കയറിഞ്ഞാൽ അവർ കയറാതെ എന്ത് ചെയ്യും? നമുക്കൊന്നും പറയാനും പറ്റില്ല. കാര്യം അവർ കളിച്ചിരുന്ന സ്ഥലമാണ് ഈ അടച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്തേക്കണം. വളർന്നു വരുന്ന തലമുറയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്താകേണ്ടിയിരുന്ന ടർഫുകളും മൈതാനങ്ങളുമാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവധിക്കാലമായതോടെ മറ്റു പോംവഴികളില്ലാതെയാണ് ഈ കുട്ടികൾ ഈ നെറ്റ് തുളച്ച് ഉള്ളിൽ കയറി കളി തുടങ്ങിയത്. ഈ അവധിക്കാലം തീരുന്നതിന് മുൻപെങ്കിലും ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഇവർ ഒറ്റ സ്വരത്തിൽ പറയുന്നത്. സജൽ ഗുരുവായൂരിനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ ഇവിടെ സമാപിക്കുന്നു. ഇനി എൻകൗണ്ടർ ചർച്ചയുമായി അസ്ദ സഹീർ ചേരും.